ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിതാ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ക്ലേ ആണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്ലേയുടെ വീഡിയോസ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്ലേ ഇല്ലാത്തവർ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെന്താണെന്നൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 ബീഡ് നമ്മൾ കുറച്ച് വലിയ സൈസിൽ ഈക്വൽ ആയിട്ടുള്ള സൈസിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബീഡ് ഈ കാണുന്ന പോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക കൈ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടറിക് ഷേപ്പ് ബീഡായിട്ട് കിട്ടും. നമ്മൾ ഈ വുഡൻ ബീഡ്സൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കില്ലേ, ഓൺലൈനിലൊക്കെ കിട്ടും. അങ്ങനത്തെ ബീഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ബീഡ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ 4 വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈക്വലാക്കി വെച്ചിട്ട് അതിൻ്റെ ഈക്വൽ സൈസാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 സൈഡും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 ബീഡ് അതേപോലെ എല്ലാതും ഈക്വൽ സൈസ് ആയിരിക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 4 കുഞ്ഞ റൗണ്ട് ബീഡ്സും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ 4 ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 റൗണ്ട് ബീഡ്സ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിനൊന്ന് സ്ക്വയർ ബീഡാക്കി കൊടുക്കുകയാണ്. അതിനിതാ ഇതേപോലെ 2 സൈഡിൽ ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു സ്ക്വയർ ബീഡ് ആവട്ടെ. ഈ കാണുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ സ്ക്വയർ ബീഡായിട്ട് കിട്ടും. അപ്പോൾ അതാ 2 സ്ക്വയർ ബീഡും 4 റൗണ്ട് ബീഡും അതുപോലെ 4 സിലിണ്ടറിക് ബീഡും പിന്നെ ആ വലിയൊരു ബീഡും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇതിലെല്ലാത്തിലും ഹോൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതേപോലെ കൈ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് വെച്ച് റോൾ ചെയ്യുക. പിന്നെ ആ ഒരു പുറത്തോട്ട് വരുമ്പോൾ തിരിച്ചെടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റോൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ റോളെല്ലാം കയറ്റി കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ഇങ്ങനെ വലുതായി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ഷേപ്പും മാറിപ്പോവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വലുതാക്കി എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇതേപോലെ ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ റീഫില്ലോ എന്തെങ്കിലുമൊക്കെ കുത്തിയിട്ട് കുറച്ച് വലിയ ഹോളായിട്ടായാലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ ബീഡ്സിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം പോലെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ബീഡ്സിനും ഹോൾ ഇതേപോലെ ഇങ്ങനെ കുത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ ഹോൾ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സ്ക്വയർ ബീഡ് ഇടുമ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം നന്നായി ഉണങ്ങിയതിന് ശേഷം ഇതിനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഏറ്റവും വലിയ ബീഡ് ഉണ്ടല്ലോ അതിൽ നമ്മൾ സ്കിൻ കളറാണ് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ സ്കിൻ കളർ ഇല്ലെങ്കിൽ കുറച്ച് വൈറ്റും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ബീഡ്സിനും കൊടുക്കുന്നുണ്ട്. സ്ക്വയർ ബീഡിനും അതുപോലെ തന്നെ സ്കിൻ കളറാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൊടുത്തെടുത്ത് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 ത്രെഡ് ഇതേപോലെ മടക്കി 4 ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു വലിയ ബീഡ് ഉണ്ടല്ലോ അതിലോട്ട് നമ്മളത് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആദ്യത്തെ മെത്തേഡ് കേട്ടോ. അപ്പോൾ ഇത് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വേറൊരു ഐഡിയ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഇതേപോലെ കുറച്ച് വലിയ ത്രെഡ് എടുത്തിട്ട് കയറ്റി കൊടുത്തു കേട്ടോ. എന്നിട്ട് 2 സൈഡിൽ വരുന്ന ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിലോട്ട് നമ്മളിതാ 2 വലിയ ബീഡ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതേപോലെ കുഞ്ഞ് ബീഡ് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ബീഡ് ഇടുന്നതിനാണ് എളുപ്പമായിട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡ് എടുത്തിട്ട് വേറൊരു ത്രെഡിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് കൊടുക്കുക, എന്നിട്ട് കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിൽ ഇട്ടതിന് ശേഷം ആ 2 സൈഡും ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. കെട്ടി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ആ ബ്ലാക്ക് ത്രെഡ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് ത്രെഡ് ഉണ്ടല്ലോ ഇത് നമുക്ക് നമ്മുടെ സാധാരണ ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടില്ലേ, കൈമലൊക്കെ കെട്ടാൻ മേടിക്കുന്ന ചിരടില്ലേ, അതാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ സെൻറ്ററിൽ വരുന്ന ഈ 2 ത്രെഡിലൂടെ 2 റൗണ്ട് ബീഡ്സ് കയറ്റി കൊടുത്തു. പിന്നെ എന്നിട്ട് ആ ത്രെഡിനെ സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്തിട്ട് ഈ നീളത്തിലുള്ള ബീഡ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു ഇതാക്കണ്ടോ. ഇതേപോലെ ഒരു ലൂപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ത്രെഡ് കോർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ക്വയർ ബീഡ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ആ ത്രെഡ് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഊരി പോരാതിരിക്കും കെട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് വിരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡോളിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടില്ലേ. ഇനി ഇതിന് നമ്മൾ നമ്മുടെ പെന്ന് വെച്ചിട്ട് മാർക്കർ പെന്ന് വെച്ചിട്ട് ഒരു കണ്ണും മൂക്കൊക്കെ ഒന്ന് വരച്ച് കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കീ ചെയിൻ ആയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ബാഗുമേലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന സംഭവമല്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.